സീരിയസ്ലി പറഞ്ഞു കളിക്കുന്ന ഇഷ്ടം. ഞാൻ പറഞ്ഞില്ല, പിന്നെ കോൺട്രവേഴ്സീസ് ഇപ്പൊ ഇതും കൂടെ കേൾക്കുമ്പോൾ ഇനി അടുത്ത ഈ ഓരോരുത്തർ വന്ന് എന്റെ പേരും പറഞ്ഞ് എന്നെ ഡ്രാഗ് ചെയ്തിടുമ്പോഴാണ് എന്റെ ലൈം ലൈറ്റ് നിൽക്കുന്നത്. നമ്മള് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആരും എന്ത് ചെയ്യത്തില്ല. നമ്മള് കേട്ടോണ്ടിരുന്ന് അങ്ങ് മടുക്കും. പക്ഷെ ഇപ്പൊ കോൺട്രവേഴ്സി എന്ന് പറയുമ്പോൾ അവിടെ ഒരു ചർച്ച, പ്രശ്നം, സംസാരം, ഒരുപാട് ആൾക്കാർ അറിയുന്നു, സംസാരിക്കുന്നു. അങ്ങനെയാണ് ആക്ച്വലി എന്ത് ചെയ്യുന്ന ഈ ലൈം ലൈറ്റിന്റെ സ്ട്രീം ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അതില് ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് വീണോണ്ടേ ഇരിക്കും. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, അടുത്ത ഇലക്ഷന് റോബിൻ മത്സരിക്കുന്നുണ്ട്. അപ്പൊ പാർട്ടി അപ്രോച്ച് ചെയ്തിട്ടുണ്ടായിരുന്നോ? എന്നെ ഏതൊക്കെ പാർട്ടി അപ്രോച്ച് ചെയ്തു, എന്താണ് എല്ലാം സമയമുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഇതെന്ന് പറഞ്ഞ മൂവി എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ഒരുപാട് മൂവിയൊക്കെ ചെയ്ത് സൂപ്പർ സ്റ്റാർ ആവാന്നുള്ളതല്ല. മനസ്സിലായില്ലേ? ഫെയിം ആവണമെന്ന്, ഒരു പ്രൊഫഷണൽ ആവണമെന്ന് വിചാരിച്ചു, ഒരു ഡോക്ടർ ആവാൻ പറ്റി. ഫെയിം ആവണമെന്ന് വിചാരിച്ചു, ഫെയിം ആവാൻ പറ്റി. ഇതൊക്കെ കഷ്ടപ്പെട്ട് ഞാൻ സ്വന്തമായിട്ട് ചെയ്ത. അടുത്തതെന്ന് പറയുന്നത് സിനിമ ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്, അതെന്തായാലും ചെയ്യും. അതിലിപ്പോ ആരൊക്കെ തടസ്സം എന്ന് പറഞ്ഞു വന്നാലും ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. കാരണം ജനങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. ഏതൊരു സിനിമ വലിയ ഒരാളെന്ന് പറഞ്ഞാലും ജനങ്ങളാണ് എന്ത് ചെയ്യുന്നത്, സിനിമ പോയി കാണുന്നത്. ഒബ്വിയസ്ലി ആ ഒരു സപ്പോർട്ട് കുറച്ചൊരുങ്ങി കാണുമെന്നുള്ളൊരു സപ്പോർട്ട് എനിക്കുണ്ട്. പിന്നെ എന്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല. പക്ഷെ എന്നിരുന്നാലും എന്റെ ടാലന്റ് എന്ന് വിശ്വസിക്കുന്ന ഹാർഡ് വർക്ക്. അതുകൊണ്ടാണ് ഞാൻ സിനിമയ്ക്ക് വേണ്ടി എന്ത് ചെയ്യുന്ന 800 കിലോമീറ്റർ ഞാൻ ഓടാൻ വേണ്ടി വില്ലിങ് ആയിരിക്കുന്നത്. മനസ്സിലായി? ട്രിവാൻഡ്രം ടു, അതായത് ഇതുവരെ ഒരു സിനിമ ഒരു ആക്ടറും ചെയ്തിട്ടില്ല. ഇത്രയും കിലോമീറ്റർ ഒന്നും ഒരു മൂവിക്ക് വേണ്ടി ഒന്നും കവർ ചെയ്തിട്ടില്ല. അത് ചെയ്യുന്നത് വിത്ത് എവിഡൻസോട് കൂടിയാണ് ചെയ്യുന്നത്. കാരണം ഞാൻ ഇത് ഓടുമ്പോൾ കുറെ പേര് നോക്കും. മനസ്സിലായില്ലേ? പിന്നെ കുറെ മീഡിയാസിനൊക്കെ എന്ത് ചെയ്യും, ഒബ്വിയസ്ലി ഇതിന്റെ കാരണം അത് പറഞ്ഞ് ഞാൻ എത്രയും നാൾ മുമ്പേ പ്രൊമോഷൻ തുടങ്ങി. മനസ്സിലായില്ലേ? അപ്പം ഇപ്പൊ തന്നെ ഒരുപാട് പേര് ഇപ്പൊ ഞാൻ സിനിമ ചെയ്യാതിരിക്കാൻ വേണ്ടി ഒരുപാട് പേര് ഇതിന്റെ അഗൻസ്റ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ മലയാള സിനിമ തകർക്കാൻ വേണ്ടി വന്ന ആളെന്നൊക്കെയാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവർ പറയുന്നതിൽ 2 അജണ്ടകളാണ്. ഒന്ന് ഉണ്ണിമൂന്തനെ തകർക്കോ, ഒന്ന് മലയാള സിനിമ തകർക്കുക. എന്നെ പോലെ ഒരു സാധാരണക്കാരനൊക്കെ വിചാരിച്ച തകരുന്നതാണോ മലയാള സിനിമ എന്ന് പറയുന്നത്? ഞാൻ ആരതിന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം സിനിമ ചെയ്യാൻ പോകുന്ന ഒരാളിന് ആദ്യമേ അയാൾ സിനിമ തകർക്കുന്ന ഒരാളാണെന്ന് പറയുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? സിനിമയിലുള്ള എന്റെ ഫ്യൂച്ചർ നശിപ്പിക്കുക എന്നുള്ളതാ. പക്ഷെ അതൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാനാ? ഒന്നുമില്ല. നമ്മളിപ്പോ ചെയ്യണമെന്നൊരു വിശ്വാസത്തോടെ പോവുകയാണെങ്കിൽ പോവുക, അത്രേ ഉള്ളൂ. പിന്നെ ഈ ഉണ്ണിമൂന്തന്റെ ഈ ഒരു ഇഷ്യൂ പറയുന്നുണ്ടായിരുന്നല്ലോ, ഇതൊക്കെ അന്നേ അവര് നോക്കേണ്ടതില്ലേ? അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അന്നേ അവര് പോലീസും കോടതിയും കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ, അന്നേ കൊടുക്കേണ്ടത്. ഇതൊന്നും ഇല്ലാതെ 10 മാസം കഴിഞ്ഞ് വന്നിട്ട് വെറുതെ ഒരു ഇതിൽ എന്റെ പേര് കുറിച്ച് പറയാ. മനസ്സിലായില്ലേ? ഈ ഉണ്ണിമൂന്തൻ ഈ സീക്രട്ട് ഏജന്റ് ഇഷ്യൂ അറിഞ്ഞല്ലോ. ഞാൻ പറയട്ടെ, എനിക്ക് ആ മൂവി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതാ. ഞാൻ ഈ ബിഗ് ബോസിന് ശേഷം ആദ്യമായിട്ട് പോയി കാണുന്ന മൂവി അതാ, മാളികപ്പുറം. ഞാൻ മാളികപ്പുറം പോയി കണ്ടു. അതും ലുലു മാളിൽ പോയി കണ്ടതാ. മനസ്സിലായില്ലേ? എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാൻ ചില സീനെ കണ്ടപ്പോൾ എനിക്ക് കരച്ചിലും വന്നു. മനസ്സിലായില്ലേ? അപ്പൊ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ആ സിനിമ കണ്ടിട്ട് അന്ന് തന്നെ രാത്രി ഞാൻ വന്നിട്ട് മറ്റേ ആമസോൺ പ്രൈമിൽ ഇരുന്ന് ഷഫീഖിന്റെ സന്തോഷം, എന്ത് നല്ല സിനിമയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതിൽ ചില സീനൊക്കെ ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. മനസ്സിലായില്ലേ? അപ്പൊ ആ ഒരു ഭയങ്കര ആക്ടിങ്, ആ ഒരു ടുവേർഡ്സ് എന്റെ ഒക്കെ എത്തിയപ്പോ ആയിരുന്നു റൂമിലിരുന്ന് കരയുന്നില്ലേ, എന്ത് രസം അത് കരയുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഞാൻ ആലോചിച്ചു, ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ സിനിമയിൽ പോകുന്നവരെ എന്ത് ചെയ്ത് ഞാൻ ചിന്തിച്ചു. അപ്പൊ അത്രയും അത് പറഞ്ഞിട്ട് ഞാൻ ഈ റീസെന്റ് ഒരു എന്റെ സ്കൂളിൽ ഗസ്റ്റ് ആയിട്ട് പോയ സമയത്ത് ഇവര് മീഡിയക്കാർ എന്റെ അടുത്ത് ചോദിച്ചു, ഈ മൂവിനെ പറ്റി ചോദിച്ചപ്പോ ഞാൻ സമയത്ത് ഉണ്ണിമൂന്തനെ സപ്പോർട്ട് ചെയ്ത ഒരാളാ. ഉണ്ണിമൂന്തൻ ഒരു മനുഷ്യനാണ്. ആ സമയത്ത് എന്ത് ചെയ്ത് പറയേണ്ടത് പറഞ്ഞു പോയി. മനസ്സിലായില്ലേ? അങ്ങനെ പറഞ്ഞ ഒരാളാ. അപ്പൊ പറഞ്ഞിട്ട് വെറുതെ ഇവരെന്താന്ന് പറയുക, ഈ ഇഷ്യൂസ് ഒക്കെ മാറ്റി എന്റെ മണ്ടയിലോട്ട് ആകുമ്പോഴത്തേക്ക് കുറെ പേരുണ്ട്, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി പോകും. ബിഗ് ബോസ് റിയാലിറ്റി ഷോയിലൂടെ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായി മാറിയ ശ്രദ്ധ നേടിയ വ്യക്തിയാണ് റോബിൻ രാധാകൃഷ്ണൻ. റോബിന്റെ അലർച്ചയും റോബിന്റെ ഒരു ഫാൻ ബേസും എല്ലാം തന്നെ പലപ്പോഴും ചർച്ചയായിട്ടുണ്ട്. ഡോക്ടറാണ് പ്രൊഫഷൻ കൊണ്ട്. തിരുവനന്തപുരത്തെ പ്രശസ്തമായ ഹോസ്പിറ്റലിലായിരുന്നു അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നാലെ സിനിമയോടും റിയാലിറ്റി ഷോകളോടും ഒക്കെയുള്ള താല്പര്യമാണ് അദ്ദേഹത്തെ ബിഗ് ബോസിൽ എത്തിച്ചത്. ഇന്നും ബിഗ് ബോസ് തന്നെയാണ് റോബിനെ തിരിച്ചറിയാൻ പ്രധാന കാരണവും. എന്നാൽ റോബിന്റെ വിവാഹം ഇക്കഴിഞ്ഞ ദിവസമാണ് നടന്നത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് വലിയൊരു ആരാധക വൃന്ദത്തെ സൃഷ്ടിക്കാൻ റോബിന് സാധിച്ചിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു റോബിനും ഫാഷൻ ഡിസൈനർ ആരതി പൊടിയുടെയും വിവാഹം നടന്നത്. ആരതിയെക്കുറിച്ച് റോബിൻ പങ്കുവച്ചൊരു കുറിപ്പ് വലിയ രീതിയിൽ തന്നെ ശ്രദ്ധ നേടിയിരുന്നു. ഇവരുടെ വിവാഹ വാർത്തകളും വിവാഹ വിശേഷങ്ങളും ഒക്കെ മിനിറ്റുകൾ കൊണ്ടാണ് ആരാധകർ ഏറ്റെടുക്കാറുള്ളത്. 2021 മുതൽ തന്നെ ഇവർ വിവാഹം കഴിക്കുന്നു എന്ന തരത്തിൽ വാർത്തകൾ എത്തിയിട്ടുണ്ട്.